ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഞാനൊരു വീഡിയോ ഇടുന്നത്. കാരണം എന്ന് വെച്ചാൽ കുറേ തിരക്കുകളായിരുന്നു. നമുക്കിപ്പോൾ എക്സാമും ഓൺ എക്സാമൊക്കെ ആയിരുന്നു. പാരൻസ് ടീച്ചേഴ്സ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. പിന്നെ മാർക്സൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചുള്ളതല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊന്നിനെ കുറിച്ചിട്ടുള്ളതാണ്. അതെ, നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് അല്ല. +2കാർക്ക് സ്റ്റുഡൻസിനെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഇമ്പ്രൂവ്മെൻറ്റ്. അതായത് ഇപ്പം +1 മാർക്ക് അല്പം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അത് +2 എക്സാമിൻ്റെ ഇടയിലാണ് വരുന്നത് എന്ന് നിങ്ങൾ ബേസിക്കായിട്ട് മനസ്സിലാക്കണം ഈ വീഡിയോ കാണുന്നവർ. അപ്പം അത് എന്ന് പറയുമ്പോൾ ഒരു ചലഞ്ച് തന്നെയാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് പഠിച്ച് കഴിഞ്ഞാൽ ഈസിയായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. നമുക്ക് +2 എങ്ങനെയാണോ സ്കോർ ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്ക് എന്ത് പറ്റും +1 നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് +1 ആ രീതിയിൽ സ്കോർ ചെയ്തെടുക്കണം. +2ൻ്റെ കൂടെ അതായത് ഇമ്പ്രൂവിൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ഇമ്പ്രൂവ് ചെയ്യുന്നത് മാക്സിമം 3 സബ്ജക്ട്സ് ആണെന്നൊക്കെ നിങ്ങൾക്ക് ബേസിക്കായിട്ട് അറിയായിരിക്കും. എന്നിരുന്നാലും ഞാൻ ഈ കാര്യത്തിൽ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും എല്ലാ കാര്യങ്ങളും. അത് എങ്ങനെ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും, അതായത് നിങ്ങൾക്ക് എങ്ങനെ +1 എക്സാമിനേഷൻ ഇമ്പ്രൂവ്മെൻറ്റ് +1 എക്സാമിനേഷൻ എങ്ങനെ നല്ല ഭംഗിയായിട്ട് +2 എക്സാമിനേഷന് ഒട്ടും തന്നെ ബാധിക്കാതെ പഠിച്ചെടുത്ത് +1 ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് നല്ല ഫുൾ മാർക്സ് വാങ്ങാം. ഇപ്പോൾ ഫുൾ മാർക്സ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരായാലും A+ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരായാലും ഡബിൾ പാസ് എന്തോ ആവട്ടെ, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മാത്രം കണ്ടാൽ മതി. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേരാം. അതുപോലെ തന്നെ ഇപ്പം പാസ് മാത്രമല്ല ഡബിൾ പാസ്സൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഫുൾ മാർക്സിലേക്ക് എത്താനും ഈ ഒരു വീഡിയോ എന്ത് ചെയ്യും വളരെ നന്നായിട്ട് സഹായിക്കുന്നതാണ്. എന്നിരുന്നാലും എന്ത് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ഒരിക്കലും മറന്നു പോകരുത്. കാരണം എന്ന് വെച്ചാൽ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയുള്ളൂ. സോ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അതേപോലെ തന്നെ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, ഇവിടെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എന്ന് പറയുന്നത് +2 എക്സാമിനേഷന് അതായത് +2 എക്സാമിനേഷന് ഇടയിലാണ് നടക്കുന്നത് എന്നൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. അതിനുശേഷം എങ്ങനെയാണ് നമ്മൾ പഠിച്ചെടുക്കേണ്ടത് എന്നതിലേക്ക് കടക്കാം. ഓക്കെ, അപ്പം നമുക്കറിയാം ഇപ്പം 3 സബ്ജക്റ്റാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പം നിങ്ങൾ +1 നിങ്ങൾക്കിപ്പോൾ മാർക്കൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ 3 സബ്ജക്ട്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇമ്പ്രൂവ് ചെയ്ത സമയത്ത് ഞാൻ ഈ ഒരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 3 സബ്ജക്ട്സാണ് എന്ത് ചെയ്യുന്നത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ +2 നിങ്ങൾക്കിപ്പം ഒരുപാട് സബ്ജക്ട്സ് ഉണ്ട് അറിയാം. നമ്മളിപ്പോൾ ടോട്ടൽ എടുക്കുകയാണെങ്കിൽ സയൻസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പം ഒരു ബയോ സയൻസ് സ്റ്റുഡൻ്റ് ഒക്കെ ആണെങ്കിൽ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഹിന്ദി, അങ്ങനെ ഇംഗ്ലീഷ് പിന്നെ സെക്കൻഡ് ലാംഗ്വേജ്. ഹിന്ദി എന്ന് പറയുമ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് ആണ് കേട്ടോ. എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നിങ്ങളുടെ ബേസിക് ആയിരിക്കും എന്നിട്ട് സെക്കൻഡ് ലാംഗ്വേജ്. ഓക്കെ, ഇംഗ്ലീഷ്, ഹിന്ദി, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, മാത്സ്, അങ്ങനെ ഒരു 6 സബ്ജക്റ്റ് കൂടാം. ബയോളജി സയൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് 2 സബ്ജക്റ്റ്, ബയോളജിക്ക് സുവോളജി, ബോട്ടണി ഉണ്ടാവും. ഓക്കെ, എന്തായിരുന്നാലും എക്സാമിനേഷൻ നടത്തുന്ന സമയത്ത് 2 സബ്ജക്ട്സ് ഒരുമിച്ച് തന്നെയാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അതൊക്കെ ശരി. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം നമുക്ക് 3 സബ്ജക്ട്സ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. +1 നമുക്ക് ഇപ്പോൾ ഇംഗ്ലീഷിനും എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇമ്പ്രൂവ് ചെയ്യുന്നത് 3 സബ്ജക്ട്സിനാണ്. ഒന്നാമത്തത് ഇംഗ്ലീഷ്, കെമിസ്ട്രി, ഫിസിക്സ്. ഈ 3 സബ്ജക്ട്സാണ് ഏറ്റവും കൂടുതൽ പേര് ഇമ്പ്രൂവ് ചെയ്യുന്നത്. ഞാൻ കെമിസ്ട്രി ഇമ്പ്രൂവ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ഇംഗ്ലീഷിൽ ഇമ്പ്രൂവ് ചെയ്യുന്നപ്പോൾ ഞാൻ ഓരോ സബ്ജക്ട്സ് പറയാം. ഇപ്പോൾ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഓരോരോ സബ്ജക്ട്സ് വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഈ 3 സബ്ജക്ട്സാണ് സാധാരണ എല്ലാവരും ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ എന്തിരുന്നാലും നമുക്ക് എല്ലാവരും ഒരേപോലെ അല്ലല്ലോ. ചിലവർ ചിലപ്പോൾ മാത്സ് എടുക്കാം, ചിലപ്പോൾ ബയോളജി ആയിരിക്കാം, ചിലർ സെക്കൻഡ് ലാംഗ്വേജ് ആയിരിക്കാം. കുറവാണ് സെക്കൻഡ് ലാംഗ്വേജ്, എന്നിരുന്നാലും അത് ഇമ്പ്രൂവ് ചെയ്യുന്നവരും ഉണ്ട്. എന്നിരുന്നാലും നമുക്ക് ഓരോ സബ്ജക്റ്റായി നോക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് പറയുന്നത് ബയോളജിയെ കുറിച്ചിട്ടാണ്. അത് ബയോളജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ബയോളജി സ്റ്റുഡൻസ് ആണെങ്കിൽ ബയോളജി ആയിരിക്കും, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആയിരിക്കും ആ ഒരു സ്ഥാനത്ത്. എന്നിരുന്നാലും അതൊരു കോർ സബ്ജക്ട്സിലെ ഏറ്റവും മെയിൻ സബ്ജക്റ്റാണ്. കമ്പ്യൂട്ടർ സയൻസുകാർക്ക് കമ്പ്യൂട്ടർ സയൻസ് ആണ്, ബയോളജി സ്റ്റുഡൻസിന് ബയോളജിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു കാര്യം, ഇപ്പോൾ 1-2 മാർക്കൊക്കെ പോയവരാണെങ്കിൽ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ മാർക്ക് പോയവരാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇത് ബോട്ടണിയിലാണോ സുവോളജിയിലാണോ പോയതെന്ന് മനസ്സിലാക്കാൻ കഴിയത്തില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ആ ബയോളജിയിൽ സുവോളജിയും ബോട്ടണി ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ട് വരും. എന്ന് വെച്ചാൽ ഒരുമിച്ചാണ് എക്സാമിനേഷൻ, ഒരുമിച്ച് പഠിച്ചാൽ മതി. പക്ഷേ എന്നാലും നിങ്ങൾക്ക് ഇപ്പം കുറേ പേർക്ക് ബോട്ടണി പാട്, സുവോളജി പാട് എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ബയോളജി ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ജസ്റ്റ് ഒരു ഷോർട്ട് നോട്ടൊക്കെ കണ്ടിട്ട് പോകുന്നതിനെക്കാട്ടി നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്ന് വെച്ചാൽ ബോട്ടണിയിലാണോ സുവോളജിയിലാണോ നിങ്ങൾക്ക് മാർക്ക് പോയെന്ന് ഒന്നും നമുക്കറിയത്തില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ
അപ്പോൾ നിങ്ങൾ വീണ്ടും എഴുതി എക്സാമിന് മാർക്ക് കുറയ്ക്കുന്നതിനെക്കാട്ടി അത് നമുക്കറിയാം 2 എക്സാം എഴുതി അതിൽ ഏറ്റവും കൂടുതൽ മാർക്കുള്ളത് എടുക്കുകയുള്ളൂ, അതങ്ങനെ തന്നെയാണ്. പക്ഷേ ഇപ്പം നമുക്ക് നേരത്തെ മാർക്ക് കുറവ്, വീണ്ടും നമ്മൾ എന്താണ് മാർക്ക് കുറവുള്ളത് എഴുതിയാൽ നേരത്തെ ഉള്ളതേ എടുക്കുള്ളൂ. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ മാർക്ക് എന്താണ് കുറഞ്ഞ് തന്നെ കിടിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് എന്താണ് നേരത്തെ ഒരു എക്സാമിനേഷൻ നടന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു 60ന് 30 കിട്ടിയെന്ന് വിചാരിച്ചു. പക്ഷേ വീണ്ടും നിങ്ങൾ രണ്ടാമത് എഴുതി അത് നിങ്ങൾക്ക് 60ന് 22 കിട്ടി. എന്നിരുന്നാലും 30 എടുക്കത്തുള്ളൂ, കാരണം കൂടുതൽ അവിടെയാണ്. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾക്ക് എന്താണ് മാർക്ക് കുറവ് തന്നെയാണ്. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബയോളജി ഇമ്പ്രൂവ് ചെയ്യുന്ന ആൾക്കാർ നന്നായിട്ട് ബയോളജി പഠിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ ജസ്റ്റ് വാർണിങ്സ് ആണ്, ജസ്റ്റ് ഒന്ന് കളക്ട് ചെയ്ത പോലെ. നമ്മളിതൊക്കെ എങ്ങനെ പഠിക്കുമെന്നൊക്കെ വീഡിയോസിൽ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നതായിരിക്കും. ഇതൊന്ന് ചൂടോടെ നിങ്ങൾ കേട്ട് മനസ്സിലാക്കുക, എന്നാൽ മാത്രമേ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് അതെങ്ങനെ അപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ട് നമ്മളെ വീഡിയോയിൽ നിന്ന് മനസ്സിലാകത്തുള്ളൂ. അടുത്തത് എന്ന് പറയുമ്പോൾ മാത്സ് ആണ്. മാത്സ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് കുറേ കുട്ടികൾ മാത്സിന് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. കാരണം പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും അത്രയും വർക്കൗട്ട് ചെയ്യാത്തവർക്കാണെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു പ്രോബ്ലം വരത്തുള്ളൂ. എന്നിരുന്നാലും ഈ പ്രാവശ്യത്തെ എക്സാമിനേഷൻ കുറച്ചുകൂടി ഈസി ആയിരുന്നു. ഇപ്പം നമ്മളിപ്പം പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ, ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ കൂടുതൽ ചർച്ച ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. PYQസിലെ NCERTയിലൊക്കെ ടീച്ചേഴ്സ് പൊതുവെ എടുത്ത് കാണിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു വന്നത്. അപ്പോൾ അത്രയും പേടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നിരുന്നാലും ഇപ്പം അത്രയും ടഫായിരുന്നെങ്കിൽ അതും കൂടി എഴുതുന്നത് നല്ലതായിരിക്കും. പക്ഷേ നിങ്ങളിപ്പം ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളിപ്പോൾ ഒരു സബ്ജക്റ്റ് ചൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ് അത് നിങ്ങൾക്ക് ഭാവിയിലേക്ക് ആവശ്യമുണ്ടോയെന്ന് എടുക്കാം. ഇപ്പോൾ ഒരു കാര്യം പറയാം, നിങ്ങൾക്കിപ്പോൾ 4 സബ്ജക്റ്റ് ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്ന് വിചാരിക്കാം. അത് നിങ്ങൾക്ക് 4 സബ്ജക്റ്റ് മാർക്ക് കുറവാണ്. അപ്പോൾ നിങ്ങൾ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, മാത്സ് എടുക്കാം. അപ്പോൾ നിങ്ങൾ ഇപ്പം എടുക്കുന്ന സമയത്ത് 3 സബ്ജക്റ്റേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കാം ഇത് കഴിഞ്ഞ് നിങ്ങൾ ഏത് കോഴ്സിലേക്ക് പോകും. ഇപ്പം നിങ്ങൾ എൻട്രൻസ് ഓറിയൻറ്റഡ് ആണ്, ഇപ്പോൾ എഞ്ചിനീയറിംഗ്, ഡോക്ടർ അങ്ങനെയുള്ള ബേസിസിൽ, അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡ്, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫീൽഡ്, അങ്ങനെ പല ഫീൽഡ് ഉണ്ടല്ലേ. ഇത് മാത്രമൊന്നുമല്ല, ഇനിയും ഒരുപാട് ഫീൽഡുണ്ട്. അപ്പോൾ ആ ഫീൽഡിൽ ആവശ്യമായിട്ടുള്ള സബ്ജക്റ്റ് എടുക്കും. ഇപ്പം നിങ്ങളൊരു മെഡിക്കൽ ഫീൽഡാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ മാത്സ് ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ബയോളജിയിൽ പോവാം. ഇനി നിങ്ങളൊരു എഞ്ചിനീയറിംഗ് ആണ് പോകുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ മാത്സ് വെച്ചിട്ട് ബയോളജി മാറ്റാം. അപ്പോൾ 3 സബ്ജക്റ്റ് എന്തായാലും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. പിന്നെ ഒരു കാര്യം, ഇപ്പോൾ 3 സബ്ജക്റ്റ് ഇമ്പ്രൂവ് ചെയ്യാമെന്ന് വിചാരിച്ചാലും +2 മാർക്സ് ഒരിക്കലും കുറയാൻ പാടില്ല. സോ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ അത്രയും ആവശ്യമുള്ള 1 or 2 സബ്ജക്ട്സ് ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും സബ്ജക്റ്റ് തന്നെയാണ് നോക്കാനായിട്ടുള്ള സമയമില്ല. +2 ആണ്. സോ ബയോ സയൻസ് ആയാലും കമ്പ്യൂട്ടർ സയൻസ് ആയാലും 2 പേർക്ക് എന്താണ് സമയം ഒട്ടില്ല. സോ എന്ത് ചെയ്യുക, നന്നായിട്ട് മനസ്സിലാക്കി. ഇപ്പോൾ വേറെയുള്ള സബ്ജക്ട്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം. ഇപ്പം ഞാൻ ഇത് പറയുന്നത് ഇവർക്ക് ലാബും കൂടി ഉണ്ട്. കൊമേഴ്സിന് ലാബ് ഉണ്ട്, പക്ഷെ അത്രയ്ക്കും ഇതല്ല, ഡെപ്തിലല്ല. അവർക്ക് അത്രയും കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാം ബയോ സയൻസ് ആക്കിയപ്പം നിങ്ങൾക്ക് എന്താണ് അപ്പോൾ എന്തൊക്കെ ഒരുപാട് എഴുതാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, 1 or 2 സബ്ജക്റ്റ് ഇമ്പ്രൂവ് ചെയ്യുക. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. അതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 സബ്ജക്റ്റ്, അത് നിങ്ങൾ ഇനി അടുത്ത കോഴ്സിന് ആവശ്യമുള്ള 2 സബ്ജക്റ്റ് മാർക്ക് കുറഞ്ഞിട്ട് അത് ഇമ്പ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബയോളജി, മാത്സ് പറഞ്ഞു. ഫിസിക്സിൽ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയത്ത് മാത്സിൽ നല്ല ക്വസ്റ്റ്യൻസ് നോക്കി ചെയ്ത് പഠിച്ച് എന്താണ് ഈ തിയറി ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിപ്പോയാൽ ഫിസിക്സിൽ നല്ല മാർക്ക് കിട്ടാനായിട്ട് നല്ല സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങളത് സാധ്യത മാത്രമായി പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയുമ്പോൾ NCERT ക്വസ്റ്റ്യൻസ് ചെയ്യാത്തതുകൊണ്ടാണ്. NCERT ക്വസ്റ്റ്യൻസും ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. അപ്പോൾ NCERT ക്വസ്റ്റ്യൻസ് ജസ്റ്റ് നോക്കിയാന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വെറുതെ ആ ക്വസ്റ്റ്യൻസ് നോക്കി പോകാനല്ല, ആ ആൻസറും ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നോക്കി വെച്ചേക്കുക. ലാസ്റ്റ് ഇപ്പോൾ പബ്ലിക് എക്സാം ഒക്കെ ആവുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, അത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി പോവുക കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു സബ്ജക്ട്സാണ് കെമിസ്ട്രി. കെമിസ്ട്രി ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതെങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യുന്നതെന്ന്. കാരണം അതിൽ കുറേ ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയൊക്കെ ഏകദേശം ഒരേപോലെ വരുന്ന ആൾക്കാരാണ്. കാരണം കെമിസ്ട്രിയിലും ഫിസിക്സിലും ആയാലും നമുക്ക് എന്ത് ചെയ്യണം, ആ പ്രോബ്ലംസ് കുറേയുണ്ട്. NCERT ക്വസ്റ്റ്യൻസ് ചെയ്യണം, ന്യൂമറിക്കൽസ് ചെയ്യണം, പിന്നെ കുറേ പ്രാവശ്യം തിയറിയൊക്കെ റിപ്പീറ്റ് ചെയ്യണം. അതൊക്കെ ഏകദേശം ഒരേപോലെയാണ്. അപ്പോൾ കെമിസ്ട്രി അങ്ങനെയൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പോൾ NCERT ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം ഫുള്ളൊക്കെ വായിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇത് ജസ്റ്റ് ബേസിക് വാർണിങ്സ് മാത്രമാണ് തരുന്നത്. ഇനി എങ്ങനെയാണെന്ന് പറയും, അതെങ്ങനെ ടൈം ടേബിൾ സെറ്റ് ചെയ്യുക എന്നുള്ള കാര്യം പറയും. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് 2 സബ്ജക്റ്റും കൂടി ഉണ്ട്, ഇംഗ്ലീഷും ഹിന്ദിയും. ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഗ്രാമർ, ഇറ്റ്സ് ടു ഇമ്പോർട്ടൻറ്റ്. നമ്മൾ വിചാരിക്കും 12 മാർക്കിനൊക്കെ അല്ലേ ഉള്ളൂ ഗ്രാമർ എന്ന് വിചാരിക്കും. പക്ഷേ ഗ്രാമർ 12 മാർക്ക് എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പബ്ലിക് എക്സാമിനേഷനൊക്കെ നമുക്ക് ചില സമയത്തൊക്കെ ഇപ്പോൾ ലിബറൽ അല്ലാത്ത കണ്ടീഷൻസിലൊക്കെ ലാർജ് ക്വസ്റ്റ്യൻസിൽ എന്ത് ചെയ്യുമെന്ന് അറിയുമ്പോൾ മാർക്ക് കുറയ്ക്കാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മാർക്കിനെ പിടിച്ച് നിർത്തുക
നിർത്തുന്നത് അവിടെയുള്ള നമ്മൾ ഗ്രാമർ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ആ ക്വസ്റ്റ്യൻസിൻ്റെ മാർക്കാണ്. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഗ്രാമറൊന്നും അത്ര പഠിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും പോകരുത്. ഗ്രാമർ മാർക്സ് നമ്മൾ ഈസി ആയിട്ട് നേടാവുന്നതേ ഉള്ളൂ. നമ്മൾ എത്ര എഴുതിയാലും ചിലപ്പം നമ്മുടെ സ്കൂൾ ടീച്ചേഴ്സ് എന്ത് ചെയ്യില്ല, മാർക്ക് തരത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കുറച്ച് വിഷമമാകും. അതുകൊണ്ട് പബ്ലിക്കിൽ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചു പോവുക. ചില ജില്ലയിലൊക്കെ കുറച്ച് ലിബറല്ല ഹാർഡായിട്ടൊക്കെ ആയിരുന്നു ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ വർഷം +1 ആയിരുന്നാലും. അപ്പോൾ കുറേ പേർക്ക് മാർക്കൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് പേർക്ക് ലിബറായിരുന്നു, കുറച്ച് പേർക്ക് നല്ല ഹാർഡായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു എന്താണ് അനലൈസ് വെച്ചുകൊണ്ടാണ് പറയുന്നത്. ടീച്ചേഴ്സും അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രാമർ നന്നായിട്ട് നോക്കി പോവുക. ഒരിക്കലും ഗ്രാമറിൻ്റെ കാര്യത്തിൽ ഒരു കുറവും കാണിക്കാതിരിക്കുക. ഇത് സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണോ പഠിക്കുന്നത് ആ രീതിയിൽ തന്നെ പോവുക. ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്യുക, മെയിനായിട്ട് വായിച്ചു പോവുക. നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് പഠിക്കുക. ടെക്സ്റ്റ് ബുക്കാണ് നമ്മുടെ മെയിൻ. അതിൽ ബാക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ബാക്ക് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് നോക്കുക. ബാക്ക് ക്വസ്റ്റ്യൻസും പിന്നെ കുറച്ച് PYQs നോക്കുന്നതിനെക്കാട്ടി നിങ്ങൾ ടെക്സ്റ്റും ബാക്ക് ക്വസ്റ്റ്യൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ HS ലൈവ് എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. എല്ലാവർക്കും അറിയാമായിരിക്കും. ആ ലൈവ് ഒന്ന് അടിച്ച് നോക്കിയിട്ട് വെബ്സൈറ്റിൽ കയറിയിട്ട് എന്താ പറയുക, നമുക്ക് കുറേ നോട്ട്സ് കിട്ടും. അതിപ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് മലയാളം ഹിന്ദിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ നിന്ന് ഇട്ട് എഴുതാൻ കിട്ടുന്നില്ലെങ്കിൽ അതിനെന്താണ് ജസ്റ്റ് ഒന്ന് അടിച്ച് നോക്കിയിട്ട് ഇന്ന ചാപ്റ്റർ ആണെന്ന് പറഞ്ഞൊന്ന് അടിച്ചു കൊടുത്താൽ മതി. സെർച്ച് ടാബിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ അത് നിങ്ങൾക്ക് നോട്ട്സ് കിട്ടി അത് വായിച്ചിട്ട് പോലും ഓക്കെയാണ്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷിന് ചെയ്യാം. ഇംഗ്ലീഷിൽ ചെയ്യുന്ന എത്രയോ പേര് എനിക്കറിയാം. അപ്പോൾ ഞാനും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇപ്പോൾ ഇംഗ്ലീഷ് നന്നായിട്ട് എഴുതാനായിട്ട് വേണമെങ്കിൽ HS ലൈവ് ടാബിൽ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് ആ ചാപ്റ്റർ അടിച്ചിട്ട് അതിൽ കുറേ PDF വരും. നല്ല നല്ല നോട്ട്സ് ആയിരിക്കും ടീച്ചേഴ്സൊക്കെ എഴുതിയിട്ടുള്ള. ആ നോട്ട്സ് ഒന്ന് വായിച്ച് വെച്ചിരുന്നാൽ തന്നെ നമുക്ക് നല്ല സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതൊക്കെ വായിക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിൽ നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന വീഡിയോസിൻ്റെ അതിന് നമ്മൾ എന്താണ് ടൈം ടേബിൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്നതിലേക്ക് കടക്കാം. ഓക്കെ, അപ്പം നമുക്ക് കടക്കാം. അപ്പം നിങ്ങൾക്കറിയാം നമുക്കിനി ആകെ എത്ര മാസമേ ഉള്ളൂ. ഇനി ആകെ അങ്ങോട്ട് മാസം എന്ന് പറയുന്നത് സെപ്റ്റംബർ, അതേപോലെ തന്നെ ഒക്ടോബർ, പിന്നെ അതേപോലെ നവംബർ, പിന്നെ അതേപോലെ ഡിസംബർ. ഓക്കെ, അപ്പം നിങ്ങൾ ഇപ്പോൾ ഈ 4 മാസം കണക്കാക്കിയാൽ മതി. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. പിന്നെയുള്ള അങ്ങോട്ടുള്ള മാസങ്ങളെന്ന് പറയുന്നത് എന്താണ്, ജാനുവരി, പിന്നെ ഫെബ്രുവരി, അതേപോലെ തന്നെ മാർച്ച് അല്ലേ. ഈ 3 മാസങ്ങൾ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ സത്യത്തിൽ പറഞ്ഞാൽ ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ മാസങ്ങൾ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ലാബ് എക്സാംസ് ഒക്കെയാണ്. ഇവിടെ നിങ്ങൾക്ക് സയൻസ് ആയിട്ടാണെങ്കിൽ ലാബ് എക്സാം ഉണ്ടാവും, ഇവിടെ മോഡൽ എക്സാം ഉണ്ട്, ഇവിടെ മോഡൽ എക്സാം ഉണ്ട്, ലാബ് എക്സാം ഉണ്ടാവും. പിന്നെ ഇവിടെ നമുക്ക് ലാസ്റ്റ് നമ്മുടെ പബ്ലിക് എക്സാം, നമ്മൾ കാത്തിരുന്ന പബ്ലിക് എക്സാം. അപ്പോൾ ഈ ഒരു മന്ത് എന്ന് പറയുന്നത് ആകെപ്പാട് നമ്മുടെ കയ്യിൽ നിന്ന് ഒട്ടും നമ്മുടെ കയ്യിലായിരിക്കില്ല, നമ്മൾ എക്സാമിനേഷനാണ് ഫുള്ള്. അതുകൊണ്ട് തന്നെ ഈ 3 മാസങ്ങൾ നിങ്ങൾ മറന്നേക്കുക. ഇവിടെ നിങ്ങളുടെ പഠന സമയം എന്ന് പറയുന്നത് ഇത്രയാണ്, ഈ എക്സാമിനേഷൻ ടൈമാണ് ഇത്രയെന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ത് ചെയ്യുക, എക്സാമിനേഷൻ ടൈമായിട്ട് കാണാം. ഇതെന്ന് പറയുന്നത് നിങ്ങൾ പഠന സമയമായിട്ട് കാണാം. ഇതിലും പഠിക്കാനില്ല, ഈ 4 മാസം നിങ്ങൾക്ക് ഇല്ല. 4 മാസത്തിൽ ഡിസംബറിലൊക്കെ ആവുന്ന സമയത്ത് 8 തൊട്ട് 18 വരെ നിങ്ങൾക്ക് എന്തായിരിക്കും, ക്രിസ്മസ് എക്സാമൊക്കെ ആയിരിക്കും. ക്രിസ്മസ് എക്സാം കഴിഞ്ഞാൽ പിന്നെ വെക്കേഷൻ എന്ത് ചെയ്യണം, ലാബ് എക്സാമിന് പഠിക്കണം എന്ന് പറയും ടീച്ചേഴ്സ്. അതിന് കുറേ നോട്ട്സൊക്കെ അയച്ചു തരും, അത് പഠിക്കാൻ പറയും. പിന്നെ നിങ്ങൾക്ക് എന്താണ് ലാബ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അതും ചിലപ്പോൾ ടീച്ചേഴ്സ് നടത്തും. ചില സ്കൂൾസൊക്കെ എന്താണ് ലാബ് കുറേയൊക്കെ ഉള്ളതുകൊണ്ട് ലാസ്റ്റ് എന്താണ് ഈ ക്രിസ്മസ് വെക്കേഷൻ്റെ ഇടയ്ക്കൊക്കെയാണ് എന്ത് ചെയ്തത്, ലാബ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുണ്ടെങ്കിൽ അതും ഉണ്ടാവും ഈ ഡിസംബറിലൊക്കെ, അത് വെക്കേഷൻ സമയത്ത്. അപ്പോൾ 8 തൊട്ട് 18 വരെയാണ് ക്രിസ്മസ് എക്സാമിനേഷൻ എന്നാണ് പറയുന്നത്. അത് ഗവൺമെൻറ് ആയിരിക്കും നടത്തുന്നത്, ഗവൺമെൻറ്റിൻ്റെ എക്സാമിനേഷനാണ് കേട്ടോ. അത് മാക്സിമം ടഫായിട്ടുള്ള എക്സാം ആയിരിക്കും എന്നും അറിയിച്ചിട്ടുണ്ട്. ഇനി അടുത്ത നവംബർ സമയത്ത് നമുക്കറിയാം ഡിസംബർ എത്തി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഉറപ്പായിട്ട് ഈ നവംബർ എന്ന് പറയുന്ന മന്തിൽ നമ്മൾ എന്ത് ചെയ്യുമായിരിക്കും, എക്സാമിനേഷൻ വേണ്ടി പഠിക്കുകയായിരിക്കും അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ എടുക്കുകയാണെങ്കിൽ ഒരു ഹാഫ് ഡേയ്സ്, ഒരു നവംബർ 15 വരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ അതായത് ക്രിസ്മസ് എക്സാമിനായിട്ട് അത്ര വറി ചെയ്യാത്തൊരു സമയം എന്ന് പറയുന്നത് നവംബർ 15 വരെയൊക്കെ ആയിരിക്കും ഏകദേശം. അത് തന്നെ നവംബർ 15 കഴിയുന്ന സമയത്ത് പിന്നെ നമ്മൾ 15 to 13 അല്ലേ, 13 വരെ ഉണ്ടെന്ന് തോന്നുന്നു. യെസ്, അപ്പോൾ നവംബർ 13 വരുന്ന സമയത്ത് 31 കേട്ടോ. അപ്പോൾ 30 വരുന്ന സമയത്ത് എന്താണ്, പിന്നീട് ഒരു പകുതി മാസം നമ്മൾ ഡിസംബറിൽ ക്രിസ്മസ് എക്സാമിന് വേണ്ടി പഠിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യില്ല, നവംബർ 15 വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നമ്മുടെ പബ്ലിക് എക്സാമിന് എന്തിനും പഠിക്കാണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സിലബസ് തീർക്കാണെങ്കിൽ അതൊക്കെ സമയമുള്ളൂ. പക്ഷേ ടീച്ചേഴ്സൊക്കെ ഈ സമയം കൊണ്ട് എന്ത് ചെയ്യും, ഈ 15 തൊട്ട് 30 വരെ ഉള്ള ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും, ടീച്ചേഴ്സ് സ്കൂളിൽ സിലബസ് തീർത്തുകൊണ്ടിരിക്കും. അത് വേറെ കാര്യമാണ്. എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കാതിരിക്കരുത്. ടീച്ചേഴ്സ് അവരെ കടമ നിറവേറ്റാണ്, നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കടമ എന്ത് ചെയ്യണം, ഉറപ്പായിട്ട് നിറവേറ്റണം. ഓക്കെ,
അപ്പോൾ നവംബർ 15 എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ച് തീർക്കണം. സത്യത്തിൽ പറഞ്ഞാൽ നവംബർ 15 പല സ്റ്റുഡൻസ് എന്താണ് ഇതറിയാതെ സെപ്റ്റംബർ ഒക്ടോബറൊക്കെ കളഞ്ഞിട്ട് നവംബർ ഡിസംബർ ഇരുന്ന് പഠിക്കാമെന്ന് വിചാരിക്കും. നടക്കത്തില്ല. ഡിസംബറിൽ ഒട്ടും നടക്കത്തില്ല. കാരണം ഇപ്പം അവധിയൊക്കെ കിട്ടുന്ന സമയത്ത് അതിനൊന്നും അല്ല പഠിക്കാനുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കുക ഫസ്റ്റ് തന്നെ. ഓക്കെ, ഇപ്പം നമുക്ക് ഉള്ളത് നമ്മുടെ കയ്യിലുള്ളത് സെപ്റ്റംബർ ഒക്ടോബർ മാത്രമാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സെപ്റ്റംബർ ഒക്ടോബർ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ സെപ്റ്റംബർ എന്ന് പറയുന്നത് ഇന്നത്രേ ഇന്നൊരു 19 ആയല്ലേ, 19-ാം തീയതി ആയി, അതൊരു വെള്ളിയാഴ്ചയായി. അപ്പോൾ 19th ആയിന്ന്, 19th ഫ്രൈഡേ ആയി. അപ്പോൾ നിങ്ങൾക്കറിയാം 19th ഫ്രൈഡേ ആയിന്ന്. അപ്പോൾ ഇനി എത്ര ദിവസമുണ്ട്? ഇനി നമുക്ക് 2 ആഴ്ചയൊക്കെയാണ്. 2 ആഴ്ച ഇല്ല, ഒരു ആഴ്ചയും ഒരു 5 ദിവസം, ഒരു 3 ദിവസം കൂടുതലുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം 3 ദിവസം 4 ദിവസമൊക്കെ കൂടുതലുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മാസം അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, ഈ ഒരു മാസം അങ്ങ് കംപ്ലീറ്റ് ചെയ്യും. അതായത് ഏകദേശം അവനൊരു വീക്കേ ഉള്ളൂ ഇനി ഈ ഒരു മാസം കംപ്ലീറ്റ് ആകാനായിട്ട്. ആ ഒരു വീക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, നേരെ ഒക്ടോബറാണ്. ഒക്ടോബർ എന്ന് പറയുമ്പോൾ ഒരു മന്തേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. ഓക്കെ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ്, എന്നിട്ട് എങ്ങനെ സെറ്റാണെന്ന് പറയാം. ഒരു മന്തേ ഉള്ളൂ. അത് കഴിഞ്ഞ് നവംബർ 15 നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇനി ഒരു വീക്കേ നമ്മുടെ കയ്യിലുള്ളൂ. ഒരു വീക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഒരു മാസത്തിനെതിരെയാണ്. അപ്പോൾ ഈ വീക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഇമ്പ്രൂവ്മെൻറ്റ് പഠിക്കാനായിട്ട് നമ്മൾ എപ്പോഴും തിരഞ്ഞെടുക്കേണ്ട ഒരു 2 ദിവസമാണ് ഞായറാഴ്ചയും ശനിയാഴ്ചയും. ഈ 2 ദിവസം, അത് ഞായറാഴ്ച ശനിയാഴ്ചയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ്. ഇവിടെയാണ് വരേണ്ടത്, തിരിഞ്ഞു കേട്ടോ. ശനിയാഴ്ചയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പഠിക്കാനായിട്ട് എടുക്കേണ്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞായറാഴ്ച ദിവസം എന്ന് പറയുമ്പോൾ കുറച്ച് ഹെപ്റ്റിക്കായിട്ടുള്ള ഡേ ആണ്. അന്ന് നമുക്ക് എന്തുണ്ടാകും, നമ്മുടെ +2 സ്റ്റഡീസിലേക്ക് നമുക്ക് കുറച്ച് നോക്കേണ്ടതായിട്ട് വരും. കാരണം സൺഡേ കഴിഞ്ഞാൽ നേരെ മൺഡേ ആണ്. മൺഡേയിൽ നമുക്ക് കുറേ വർക്ക്സ് ഉണ്ടാവും, ലാബ് ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ കുറേ ദിവസം കൊടുക്കണം. ടെസ്റ്റ് പേപ്പേഴ്സ് ഉണ്ടാവും, ഹോംവർക്സ് ഉണ്ടാവും. അതൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതും കുറേ കാര്യങ്ങൾ പഠിക്കേണ്ടതും സൺഡേ ആണ്. സോ +2 സ്റ്റഡീസ് അന്ന് നമ്മൾ കുറേ നോക്കേണ്ടി വരും. അതുകൊണ്ട് അന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇമ്പ്രൂവ്മെൻറ്റ് പഠിക്കാനായിട്ടൊന്നും കഴിയത്തില്ല. അപ്പോൾ ഈ ഒരാഴ്ച നിങ്ങൾ എന്ത് ചെയ്യുക, സാറ്റർഡേ നന്നായിട്ടിരുന്ന് ഒരു 3 അല്ലെങ്കിൽ 4 ചാപ്റ്റേഴ്സ്, കാരണം ദിവസങ്ങളില്ലാത്തതുകൊണ്ടാണ് 3-4 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് മാറാം, കാരണം എന്ന് വെച്ചാൽ ഇത് വേരി ചെയ്യും. ഇപ്പം നമുക്കറിയാം ബയോളജിയിലൊക്കെ ആണെങ്കിൽ ഞാൻ പറയാം, ബയോളജിയിലൊക്കെ ആണെങ്കിൽ എത്രയാണ്, 19 ചാപ്റ്റേഴ്സ് ഉണ്ട്. കെമിസ്ട്രിയിലൊക്കെ ആണെങ്കിൽ ഒരു 9 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ മാത്സ് ഒക്കെ ആണെങ്കിലോ, മാത്സ് ആണെങ്കിൽ ഒരു 14, അതേപോലെ തന്നെ ഫിസിക്സ് ആണെങ്കിൽ ഒരു 14. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കംപ്ലീറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു മാസം, അതായത് സെപ്റ്റംബർ എന്ന് പറയുന്ന മാസത്തിൽ ഇനി ആകെ ഉള്ളത് ഒരാഴ്ചയാണ്. അപ്പോൾ ഈ ഒരാഴ്ച നമുക്ക് ഒരു ദിവസമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്യണം, അതായത് ഇനി കിടക്കുന്ന ഒരു മാസം അനുസരിച്ച് സെറ്റ് ചെയ്യേണ്ടി വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒക്ടോബർ എന്ന് പറയുമ്പോൾ എത്ര ആഴ്ചയുണ്ട്, ഒക്ടോബറിൽ 4 വീക്സ് ഉണ്ട് അല്ലേ. 4 വീക്സിൽ എത്ര സാറ്റർഡേ കിട്ടും, 4 സാറ്റർഡേ കിട്ടും. അപ്പം 4 സാറ്റർഡേ, ഇപ്പം ഞാൻ ഏറ്റവും ചെറിയൊരു നമ്പർ എടുത്ത് പറഞ്ഞുതരാം. നിങ്ങളും ചെറിയ നമ്പറല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റ് എടുത്ത് തന്നെ ചെയ്യാം കേട്ടോ. അപ്പം ഞാനിപ്പം കെമിസ്ട്രി എടുക്കണം കേട്ടോ. കെമിസ്ട്രിയിൽ 9 ചാപ്റ്റേഴ്സ് ഉണ്ട്. 4 ആഴ്ചയിൽ 4 സാറ്റർഡേ ഉണ്ടല്ലോ. ഓരോ ദിവസം ഓരോ സാറ്റർഡേ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചോ, 2 ചാപ്റ്റേഴ്സ് വെച്ച് പഠിച്ചു. 2 ചാപ്റ്റേഴ്സ് വെച്ച് പഠിച്ചു. അതായത് ഓരോ സാറ്റർഡേയും ഞാൻ എന്ത് ചെയ്തു, 4 ചാപ്റ്റേഴ്സ് വെച്ച് പഠിച്ചെന്ന് വെച്ചോ. അപ്പം 4 ചാപ്റ്റേഴ്സ് വെച്ച് പഠിച്ചെങ്കിൽ എനിക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്കറിയാം 4 ഇൻറ്റു അതായത് 4 സബ്ജക്ട്സ് 4 ചാപ്റ്റേഴ്സ് 2 ചാപ്റ്റേഴ്സ് വെച്ച് പഠിച്ചേട്ടോ, തിരിഞ്ഞുപോയി. ഒരു സാറ്റർഡേ ഞാൻ 2 ചാപ്റ്റേഴ്സ് വെച്ച് പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ 4 സാറ്റർഡേ ആവുന്ന സമയത്ത് 8 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യും അല്ലേ. 8 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഒക്ടോബറോടെ എൻ്റെ സബ്ജക്ട്സിലെ ഒരു 8 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. ആഫ്റ്റർ ഓൾ എനിക്ക് ഒരു സബ്ജക്റ്റ്, ഒരു ലെസൺ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഉണ്ടാവുള്ളൂ. ആ ലെസൺ എന്ത് ചെയ്യാം, ഇപ്പോൾ വരുന്ന ഈ ഒരു ആഴ്ചത്തെ സാറ്റർഡേ ഉണ്ടല്ലോ, അപ്പോൾ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഈ ഒരു സാറ്റർഡേ, ഈ ഒരു വീക്കിലുള്ള സാറ്റർഡേയിൽ എന്ത് ചെയ്യാം, ആ ഒരു ചാപ്റ്റർ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ രീതിയിൽ സെറ്റ് ചെയ്യുക. നമുക്ക് ഈ ഒരു ഒക്ടോബറിൽ തീരുന്ന രീതിയിൽ തന്നെ സെറ്റ് ചെയ്യാം. ഒന്നും നോക്കണ്ട, ഈ ഒക്ടോബർ തീരുന്ന രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യുക. കാരണം ജാനുവരി ഫെബ്രുവരി മാർച്ചിലൊക്കെ നമ്മളങ്ങനെ പറക്കുക, +2 പോലും റിവൈസ് ചെയ്യാനൊന്നും സമയം കിട്ടത്തില്ല. ഒരു ഏകദേശ സമയമൊക്കെ കിട്ടത്തുള്ളൂ. റിവൈസ് ചെയ്യാൻ സമയം കിട്ടും, പക്ഷേ നമ്മൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിലൊന്നും കിട്ടത്തില്ല. ഓക്കെ, നമ്മളങ്ങനെ അടിച്ചു പറന്ന് പഠിക്കുക അത്രയൊന്നും സമയം കിട്ടത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ചാപ്റ്റർ എന്ത് ചെയ്യാം, ഈ ആഴ്ച തീർക്കാം. ബാക്കി 8 ചാപ്റ്റേഴ്സ് ഉണ്ട്. അത് ഒരു ശനിയാഴ്ച, 4 ആഴ്ചയിൽ ഒരു ശനിയാഴ്ച വെച്ചിട്ട്, ഓരോ ശനിയാഴ്ച വെച്ച് 2 ചാപ്റ്റേഴ്സ് വെച്ച് തീർത്ത് കഴിഞ്ഞാൽ 4 ശനിയാഴ്ച ആകുമ്പോൾ എനിക്ക് എത്ര 8 ചാപ്റ്റേഴ്സ് തീർത്തുകൂടെ. അപ്പോൾ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ വേറൊരു കാര്യം, ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു ഞാൻ ഇതൊക്കെയാണ് സെറ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശനിയാഴ്ച
ഇപ്പം നിങ്ങൾ ഒരു ശനിയാഴ്ച 2 ചാപ്റ്റേഴ്സ് പഠിക്കുമെന്ന് പറഞ്ഞല്ലോ. ഈ 2 ചാപ്റ്റേഴ്സും ഒരു രാത്രി ഞാൻ ഒരു സമയം ഫിക്സ്ഡ് സമയം പറയുകയാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യണമെന്ന് പറ്റുമൊന്നും ഇല്ല, പക്ഷേ എന്നാലും ഇതേപോലത്തെ ഒരു ടൈമിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഒരു 7 തൊട്ട് ഒരു 8:30 വരെ ഞാനൊരു PM ഒക്കെയാണ് പറയുന്നത്. നിങ്ങൾക്ക് AM വേണമെങ്കിൽ എടുക്കാം, ഞാൻ വേണമെങ്കിൽ AM എടുക്കാം കേട്ടോ, അതാണ് നല്ലത്. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് രാവിലെ പഠിക്കണമല്ലോ അല്ലേ, പഠിച്ചിട്ട് മതിയല്ലോ, അപ്പോൾ PM എടുക്കാം. അപ്പോൾ നമ്മൾ രാവിലെ എന്ത് ചെയ്തു, ഓരോ ശനിയാഴ്ച നമ്മൾ 2 ചാപ്റ്റേഴ്സ് രാവിലെയൊക്കെ പഠിച്ചു തീർത്തു. ഇനി PM അവസരത്തിൽ 7 മണി തൊട്ട് 8:30 വരെ നിങ്ങൾ NCERT ക്വസ്റ്റ്യൻസും അന്ന് പഠിച്ച 2 ചാപ്റ്റേഴ്സിൻ്റെ NCERT ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ എന്തും ചെയ്യുക, NCERT ക്വസ്റ്റ്യൻസും PYQs ചെയ്യുക. നിങ്ങളിത് കുറച്ച് സ്പീഡിൽ ചെയ്യുക, എന്നാലേ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റുള്ളൂ. NCERT ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ ഫസ്റ്റ് ചെയ്യേണ്ടത് PYQs ആണ്. PYQs ചെയ്തിട്ട് NCERT ചെയ്യുള്ളൂ, കാരണം എന്നാലേ മനസ്സിലാവത്തുള്ളൂ. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ് NCERT എന്ന് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അത് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ PM തന്നെ 8:30 മുതൽ, അതായത് 8:30 നമ്മൾ തുടങ്ങി. പിന്നെ ഒരു വേണമെങ്കിൽ ചെറിയൊരു ബ്രേക്ക് ഇടാം, 8:35 ആക്കാം. ഓക്കെ, 5 മിനിറ്റ് എടുത്തിട്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. PYQs ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് ചോദിക്കണമെങ്കിൽ കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. അതുകൊണ്ട് 5 മിനിറ്റ് മാത്രം കൊടുക്കുക, കൂടുതൽ സ്പേസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യം ഇല്ല. കാരണം നമ്മൾ ഡെസ്റ്റിനേഷൻ എത്താൻ അത് വളരെ ആവശ്യമാണ്, സമയം ഒരുപാട് കുറവാണെന്ന് മനസ്സിലാക്കാം. 8:30 എന്നിട്ട് ഒരു 9:30 10 മണി വരെ എന്ത് ചെയ്യുക, ഇതേപോലെ, അതായത് ഇത് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെയാണ് ഈ 7 മണി തൊട്ട് 8:30 വരെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെത് എന്ന് പറയുമ്പോൾ ഇത്രയും സമയത്തിനകം ഈ NCERT ക്വസ്റ്റ്യൻസ് PYQസും ആ ചാപ്റ്ററിൻ്റെ ബേസ് ചെയ്ത് ചെയ്യാം. അങ്ങനെ ഓരോ ശനിയാഴ്ച നിങ്ങൾ എന്ത് ചെയ്തു, ഇമ്പ്രൂവ്മെൻറ്റ്. ഇതിൻ്റെ ഇടയ്ക്ക് സമയമുണ്ട്. ഇപ്പം നിങ്ങൾ രാവിലെ ഞാൻ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ രാവിലെ 7 മണി തൊട്ട് 8 മണി വരെ അല്ലെങ്കിൽ 8:30 വരെ ഒരു ചാപ്റ്റർ തീർത്തെന്ന് വെച്ചോ. അല്ലെങ്കിൽ നമ്മൾ വേണ്ട പിന്നെ ഒരു 9 മണി തൊട്ട് പിന്നെ നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് 11:30 വരെ തീർത്തു രണ്ടാമത്തെ ചാപ്റ്റർ. പിന്നെ അതിൻ്റെ ഇടയ്ക്കൊക്കെ നിങ്ങൾ പഠിക്കുന്നത് എന്താണ്, +2 സ്റ്റഡീസാണ്. പിന്നെ 11:30 തൊട്ട് നിങ്ങൾ എന്താണ്, രാത്രി 7 മണി വരെയും നിങ്ങൾ പഠിക്കുന്ന +2 ചാപ്റ്റേഴ്സാണ്. അത് കഴിഞ്ഞ് പിന്നീട് നിങ്ങൾ രാത്രി എന്താണ്, ഈ 2 ചാപ്റ്റേഴ്സിൻ്റെ ഈ ടെസ്റ്റ് പേപ്പർ അല്ലെങ്കിൽ നിങ്ങൾ അതൊന്ന് ഓർത്തിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പബ്ലിക്കിന് ഒന്നും കൂടി റിവൈസ് ചെയ്യണം മാത്രമായിട്ടാണ് ജസ്റ്റ് ഒന്നും കൂടി എന്ത് ചെയ്യുന്നത്, അതൊന്ന് എക്സാം അതൊക്കെ നിങ്ങൾ മറന്നു ചെയ്ത് മുഴുവനും. അപ്പോൾ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നത്, അതാണ് PYQs നിങ്ങൾ എന്ത് ചെയ്യുന്നത്. പിന്നീട് 7 മണി തൊട്ട് പിന്നീട് എന്ത് ചെയ്യുന്നത് 10 മണി വരെ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന ടൈം ടേബിൾ വെച്ച് നിങ്ങൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫുൾ മാർക്സ് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഇത്രയൊന്നും വേണ്ട, അതായത് ഇത്രയൊന്നും എനിക്ക് ഫുള്ളൊന്നും വേണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ജസ്റ്റ് ഒന്ന് പാസിങ് മാർക്ക് അല്ലെങ്കിൽ A+ ഒക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്ന പോലെ ചെയ്യാം. ഓക്കെ, അപ്പോൾ A+ ആണെങ്കിൽ ജസ്റ്റ് A+ അല്ല, A+ ആണ് നിങ്ങൾക്ക് കിട്ടണമെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്യുക. കാരണം നിങ്ങൾക്ക് അറിയാം A+ ഈ വർഷങ്ങളിൽ കിട്ടുന്നത് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. സോ എന്ത് ചെയ്യുക, ഇതൊക്കെ ചെയ്താൽ മാത്രമേ A+ഉം കിട്ടുള്ളൂ, ഫുൾ മാർക്സും കിട്ടുള്ളൂ. ഫുൾ മാർക്സ് എന്ന് പറയുമ്പോൾ കുറേ NCERT ചെയ്താലേ കിട്ടത്തുള്ളൂ. പിന്നെ A+ മതി എന്നുള്ളവർ NCERT കുറച്ചിട്ട് PYQs കൂട്ടുന്നതാണ് നല്ലത്. പക്ഷെ എന്തായാലും നമ്മളെന്താണ് ഇപ്പം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ക്വസ്റ്റിൻ്റെ പാറ്റേൺ പെട്ടെന്ന് തിരിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് എല്ലാ മാർക്കും പോയി കഴിഞ്ഞാൽ ഭയങ്കര വിഷമമായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. അതുകൊണ്ട് NCERT PYQs ഒരേപോലത്തെ ലെവലിൽ കൊടുത്ത് പഠിക്കുക. A+ ആയാലും ഫുൾ മാർക്കായാലും നമുക്ക് സന്തോഷം മാത്രമേ കിട്ടത്തുള്ളൂ. സോ എന്ത് ചെയ്യുക, നിങ്ങൾ A+നെ കാട്ടി ഫുൾ മാർക്കിനെ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുന്നതാണ് +2 നല്ലത്, +1 +2 നല്ലത്. ഓക്കെ, ഇത് ജസ്റ്റ് പാസിങ് മാർക്കാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പം ഈ ചാപ്റ്റേഴ്സ് ഇങ്ങനെ തന്നെ പഠിച്ചു പോവുക. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അത് ഈ ചാപ്റ്റേഴ്സൊക്കെ ഞാൻ എങ്ങനെ സെറ്റ് ചെയ്തോ അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യുക. ഡബിൾ പാസ് ആണെങ്കിൽ പാസിങ് മാർക്സ് ആണ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതേപോലെ പഠിക്കുന്ന രീതിയിൽ തന്നെ പഠിക്കുക. അതായത് ഇവിടെ 4 ആഴ്ച വെച്ച് 4 ശനിയാഴ്ച ഉണ്ട്. അവിടെ ഓരോ ശനിയാഴ്ച വെച്ച് 2 ചാപ്റ്റർ പഠിക്കുക. അത് 8 ചാപ്റ്റേഴ്സായിട്ട് 8 ചാപ്റ്റേഴ്സ് ആവും, 1 മാസം ആവും എന്ന് ഞാൻ പറഞ്ഞു. അത് നിങ്ങൾക്ക് സബ്ജക്റ്റ് വെച്ച് മാറും. ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിളാണ് കാണിച്ചത്. എന്ന് സെറ്റ് ചെയ്തിട്ട് രാത്രി ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതുണ്ടല്ലോ, അത് ഒന്ന് കുറയ്ക്കുക. നിങ്ങൾക്ക് 2-3 PYQs ഒക്കെ ആക്കാം. 2-3 ഒരു ഏകദേശം ഒരു 8 PYQs ഒക്കെ നിങ്ങൾക്ക് ചെയ്ത് വയ്ക്കാം. ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ ഡബിൾ പാസ്സൊക്കെ ആണെങ്കിൽ 8 PYQs മാത്രം ചെയ്താലും മതിയാകും. 8 ഒരു 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആവശ്യം പറ്റുന്ന ക്വസ്റ്റ്യൻസ് ചെയ്ത് വയ്ക്കുക. ഡബിൾ പാസ്സൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യുക. എന്നിരുന്നാലും നിങ്ങൾ ഈ ഒരു സമയം നന്നായിട്ട് അനുയോജ്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, അനുയോജ്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുള്ള് കിട്ടും. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയും. നിങ്ങൾ ഉപയോഗിക്കാത്തതുണ്ടാകും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് പാസിങ് മാർക്ക് അല്ലെങ്കിൽ ഡബിൾ പാസിനെ കാട്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഫുൾ മാർക്സിന് സ്കോർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഫുൾ മാർക്സിന് സ്കോർ ചെയ്യുക. എന്തായാലും നിങ്ങൾക്കിപ്പോൾ അത്രയും ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ഇപ്പോൾ വന്ന് PYQs കുറച്ച് ചെയ്ത് വെക്കുക.
അത് ഇമ്പോർട്ടൻ്റ് ആണ്. എൻ സി ആർ ടിയും പറ്റുമെങ്കിൽ 1-2 ക്വസ്റ്റ്യൻസ് എങ്കിലും ഏകദേശം എന്താണ് പാസിംഗ് മാർക്സ്, ഡബിൾ പാസ് ഞാൻ അങ്ങനെ എൻകറേജ് ചെയ്യിപ്പിക്കുന്നില്ല. ഫുൾ മാർക്സും അതുപോലെ തന്നെ A+ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രമിച്ചാൽ മതി. ജസ്റ്റ് ഒരു ഹാർഡ് വർക്ക്. കാരണം ഇത് ലാസ്റ്റ് ഇയർ ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യുക. അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമുക്ക് ഇത്രയും ടൈം ടേബിൾ നിങ്ങൾ എന്താ ഫോളോ ചെയ്താൽ മതി. 2 വർഷത്തെ അല്ല, ഈ ലാസ്റ്റ് ഈ 1 വർഷത്തെ കാര്യമല്ലേ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് കിട്ടാതിരിക്കില്ല എന്നല്ല, ഇത് 100% ഗ്യാരൻറ്റിയാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് ഉറപ്പായിട്ട് കിട്ടിയിരിക്കും. ഇത്രയും വലിയൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് മാർക്സും കിട്ടിയിരിക്കും. അത്രയേ ഉള്ളൂ. ആൻഡ് താങ്ക് യു. നെക്സ്റ്റ് വീഡിയോ കാണുന്നതിന് ബൈ. അതുപോലെ തന്നെ അടുത്ത വീഡിയോ എങ്ങനത്തെ വീഡിയോ വേണമെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.